കഴിഞ്ഞ വർഷം ഡിസംബർ 6-നാണ് അധ്യാപകൻ പീഡിപ്പിച്ചെന്ന പരാതി വിദ്യാർത്ഥിനികൾ നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനികൾ രക്ഷാകർതൃ സമിതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് PTA നടത്തിയ അന്വേഷണത്തിലാണ് 21 വിദ്യാർത്ഥികൾ പീഡനത്തിനിരയായതായി അറിയുന്നത്. അധ്യാപകൻ പീഡിപ്പിച്ചതായുള്ള പരാതികൾ മാതൃരക്ഷാ സമിതിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ അന്ന് അടിച്ചുതരാൻ പറഞ്ഞയച്ചിട്ട് ഇവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പോൾ വാതിൽ പൂട്ടി. ബാക്കി അവളോട് ചോദിച്ചാൽ ലൈബ്രറിയിൽ നിന്നാണോ? ഒരു ദിവസമാണോ ഇങ്ങനെ ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ടായത് സംഭവം? അതെല്ലാ ദിവസവും ഉണ്ട്. സ്കൂളിലെ പരാതിപ്പെട്ടിയിൽ നിക്ഷേപിച്ച പരാതി ലഭിച്ചില്ലെന്നാണ് സ്കൂൾ അധികൃതരും പോലീസും പറയുന്നത്. എന്നാൽ PTA പരാതിയെ തുടർന്ന് അധ്യാപകൻ അവധിയിൽ പ്രവേശിച്ചു. ഇതിനുശേഷം PTA പ്രസിഡന്റിനെ നീക്കിയതായും ആരോപണമുണ്ട്. അപ്പോൾ സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. സംഭവം നടന്നു, കുട്ടികൾ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ്, ഞാൻ അതിൽ ഇടപെട്ടതാണ്. ഞാനിപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 8 മാസമായി ഈ സംഭവം നടന്നിട്ട്. ഈ ആരോപിതനായ അധ്യാപകൻ വീട്ടിലിരുന്ന് സുഖമായി ശമ്പളം ഒപ്പിട്ട് വാങ്ങുകയാണ്. ഇന്നേ വരെ HM അയാൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. സ്കൂളിനെതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പ്രധാനാധ്യാപകൻ പറഞ്ഞു. അടിസ്ഥാനരഹിതമായിട്ട് കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണം മാത്രമാണ് ഇത്. യാതൊരു കഴമ്പുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി PTA പ്രസിഡന്റിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന ചില കളികളാണിത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ADGP N. ശങ്കർ റെഡ്ഡി മേൽനോട്ടം വഹിക്കും. മീഡിയ 1 കോഴിക്കോട്.